മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അരുൺകുമാറിനെ അമ്മമാർ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മാത്രമല്ല ലൈഫ് മിഷനിലൂടെ വീട് തന്ന ഇടതുപക്ഷത്തിന് കൂടുതൽ കരുത്തു പകരാനും. കൊട്ടാരക്കര കുളക്കട മാവടി അംബേദ്കർ കോളനിയിൽ അരുൺകുമാറിനെ കാത്ത് ജനാധിപത്യ സ്നേഹികൾ. അവർ പൂക്കൾ നൽകി സ്വീകരിച്ചു. ക്ഷേമ പെൻഷനും ലൈഫ് മിഷനുമൊക്കെ കോൺഗ്രസും കേന്ദ്രത്തിലെ BJP സർക്കാരും ദുർബലപ്പെടുത്താൻ നടത്തുന്ന നീക്കങ്ങളെ നേരിടാൻ പാർലമെന്റിൽ ഇടതുപക്ഷ MP-മാർ വേണമെന്ന് അരുൺകുമാർ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഏതൊരു നല്ല കാര്യം ചെയ്താലും അപ്പം തന്നെ അതിനെ സംബന്ധിച്ചുള്ള നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളെല്ലാം ശ്രമിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ സർക്കാരിനെ മോശമാക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ചെയ്യുന്ന നല്ല പദ്ധതികളെ നല്ല പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അതിനകത്ത് വേറെ കാര്യങ്ങൾ മുടക്കാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ടല്ലോ. പിന്നെ അവരെന്തെല്ലാം സംവിധാനം ഉപയോഗിച്ചാണ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാനത്ത് നിന്ന് 20 MP-മാരും കേന്ദ്രത്തിൽ പോയി അക്കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിക്കുക, ഈ കേരളത്തെ സംരക്ഷിക്കുന്ന ബാധ്യത കൂടി നമുക്കെല്ലാം ഉത്തരവാദിത്തം വന്നിരിക്കുകയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് ചെയ്യും. ബാക്കി കിട്ടും, 3 മാസത്തെ കിട്ടും, ബാക്കിയുള്ളത് കിട്ടും. പിന്നെ ഈ കേന്ദ്രം തരാത്ത പൈസയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നമ്മളെ ജയിപ്പിച്ചു വിടേണ്ടത്. നമ്മൾ അവിടെ പോയി സമരം ചെയ്ത് അതൊക്കെ കൊണ്ടുവരും. ധൈര്യമായിട്ടിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ വീണ്ടും കാണാം. ശരി, വീണ്ടും കാണാം. തങ്ങളുടെ ജീവിതം ഭദ്രമാക്കിയ ഇടതുപക്ഷ സർക്കാരിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ലെന്ന് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിച്ചവർ ഹൃദയം കൊണ്ട് പറഞ്ഞു. വീട് വാടകയ്ക്കൊക്കെ താമസിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ സ്വന്തമായിട്ടൊരു വീടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ നല്ല സന്തോഷമാണ്. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും ഭയങ്കര കോർഡിനേഷനാണ്. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ വീടായത്. എൻ്റെ അമ്മയ്ക്കൊരു വീട് അനുവദിച്ച് കിട്ടി. ഞങ്ങളിവിടെ വന്ന് താമസമായി. സന്തോഷം, എല്ലാ സന്തോഷം. ഞങ്ങളിപ്പോൾ ഇവിടെ 24 വീട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ടും നല്ല സന്തോഷവും ഇതായിട്ടിരിക്കുക, എല്ലാ വീട്ടുകാരും. നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ സർക്കാരും എല്ലാം നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട്. സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നമുക്ക് കിട്ടിയത്. വർഷങ്ങൾ കൊണ്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഈ വീട് എനിക്ക് കിട്ടിയത്. അതിന് ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. ഈ വീട് നമുക്ക് നൽകിയ ആരാ നൽകിയെന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്നുള്ള ഒരു സംഘടന ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ മനസ്സിനകത്തുണ്ട്. പിണറായി സർക്കാർ ഞങ്ങൾക്ക് ഒരു കയറി കിടക്കാനും തന്നതിന് 100 കോടി നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഞങ്ങൾക്ക് നല്ലൊരു കയറി കിടക്കണം എന്ന് പറഞ്ഞാൽ നല്ല അടച്ചുറപ്പുള്ള ഒരു വീടൊന്നും ഇല്ലാത്ത വ്യക്തികളായിരുന്നു ഞങ്ങൾ. ആകെപ്പാടെ 4 സെൻറ്റ് വസ്തുവുണ്ട്, 5 അവകാശികളും ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങൾക്ക് എൻ്റെ മരുമോനായി ഈ വീട് കിട്ടിയത്, എൻ്റെ മോന് ഈ വീട് കിട്ടിയതിന് വളരെ നന്ദി. സർക്കാരിൻ്റെ നേരിട്ട് നന്ദി പറയുന്നു. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഭിക്ഷയല്ല കേന്ദ്ര വിഹിതം. അവകാശം നേടിയെടുക്കാൻ പാർലമെന്റിൽ സംസാരിക്കാൻ ഇടതുപക്ഷ MP-മാർ ഉണ്ടാകണം. അത് കുളക്കടയിലെ വോട്ടർമാരുടെ ദൃഢപ്രതിജ്ഞ കൂടിയായിരുന്നു. പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്ന ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീടുകൾ. മാവടിയാണിത്. കുളക്കടയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.